നമുക്കിന്നൊരു 85 മോഡൽ, 87, 88 ആ മോഡലാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് അറിയില്ല കേട്ടോ. എന്നാലും ആ ഒരു ഇതിൽ വരുന്നതാണ്. ആ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്താണ്. പിന്നെ എത്ര കോസ്റ്റാണ് വന്നതെന്നുള്ളത് ഞാൻ അവസാനം പറഞ്ഞുതരാം. സാരികട കസ്റ്റമൈഡാണ് കേട്ടോ. പെയിൻറ്റിങ്ങിൻ്റെ ഫിനിഷിങ്ങൊക്കെ നോക്കുക. ഒരു പോളിഷും ചെയ്യാത്ത പെയിൻറ്റാണിട്ടത്. ഇപ്പോൾ സ്റ്റോക്ക് ക്ലിയറിലാണ് വണ്ടി ഉള്ളത്, പോളിഷ് ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് വണ്ടിയുടെ വർക്ക് ജസ്റ്റ് തുടച്ചും എടുത്തുള്ളൂ. ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ബോട്ടം ട്യൂബിൽ തന്നെ ഡിസ്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് റിങ്ങൊക്കെ ചെറുതന്നെ നിലനിർത്തിയിട്ടോ, പഴയ മോഡൽ തന്നെ. മീറ്ററും ആ പഴയ മീറ്ററിനെ നിലനിർത്തിയിട്ടുണ്ട്, ആംബിയർ മീറ്ററും. പിന്നെ ഹാൻഡിൽ ബാർ പഴയ ഹാൻഡിൽ ബാർ നിലനിർത്തിയിട്ടാണ് അതിൻ്റെ മുകളിൽ ഡിസ്ക് കയറ്റിയിരിക്കുന്നത്. നമുക്കിതൊന്ന് ഓടിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണ്. എന്നിട്ട് പോയിൻ്റ് എൻ്റെ അവിടെ വേറെ നോക്കിയാൽ പോയിൻ്റ് ചേട്ടപ്പം ഓക്കെ അവിടെ ഉള്ള ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. കുഴപ്പമില്ലാത്ത സൗണ്ട് ഉണ്ട്. ഫുൾ കോർ സൈലൻസറാണ് വെച്ചേക്കുന്നത്. പഴയ ബുള്ളറ്റിന് ഈ ഒരു ഹാൻഡിൽ ബാർ വെച്ച് ഓടിക്കുമ്പോഴേ ആ ഒരു ഫീല് കിട്ടുന്നുള്ളൂ. പക്ഷേ ലോങ് റൈഡിന് പറ്റില്ല എങ്കിലും കൂടെ ആ ജെറ്റിക്കുള്ള ഒരു ഫീല് നമുക്കൊരു ഇതിൽ തന്നെ കിട്ടുള്ളൂ. ഇത് ഡെലിവറി ആക്കാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. കാരണം നമ്മൾ നല്ല തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇതിലാണ്, ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ കുറച്ചൊന്ന് ടൈം വൈകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഹെവി ക്രാങ്ക് വണ്ടിയാണ്, ക്രാങ്ക് ചെയ്തിട്ടുള്ള വണ്ടിയാണ്. 3 ഡിസ്ക് ക്ലച്ചാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ.
വണ്ടി നോക്കുക. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ വണ്ടി റോഡ് കിടന്ന് കുതിര ചാടുന്നമാർ ചാടി ഇപ്പോൾ റീസ്റ്റോർ ചെയ്ത വണ്ടിന്ന്. അപ്പോൾ നിങ്ങൾ ഈ റീസ്റ്റോർ ചെയ്ത വണ്ടി സ്റ്റേബിളായിട്ടല്ല സ്റ്റേണായിട്ടല്ല റോഡിൽ കിടന്നു. ഇപ്പോൾ റബ്ബറൈസ് റോഡാണ്. അപ്പോൾ നമുക്ക് ഒരു വണ്ടിയുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പഴയ മാതിരിയൊന്നുമല്ല. പഴയ മാതിരി മെക്കാനിക്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടോട് ഒഴിയാമായിരുന്നു. ഇപ്പോൾ ഒരു കാരണം പറഞ്ഞിട്ട് ഒഴിയാൻ പറ്റില്ല. വണ്ടി സ്റ്റേബിളല്ല. വണ്ടി പിന്നെ ചാടി ജസ്റ്റ് ഒരു പിന്നെ ഔട്ടാണെങ്കിൽ റിം ഔട്ടായിരിക്കും. ഈ ചെറിയൊരു ചാട്ടത്തോട് കൂടിയാണ് വണ്ടി ഓടുന്നതെങ്കിൽ റിം അപ്പ് ആൻഡ് ഡൗൺ ആയിരിക്കും. ആ വീൽ റിമ്മ് ട്യൂൺ ചെയ്തതിൻ്റെ ട്രൂയിങ് ചെയ്തതിൻ്റെ പ്രശ്നമാണത്. ഒന്നുകിൽ വീൽ റിമ്മിൽ ബെൻഡ് ഉണ്ടോ നോക്കുക. ബെൻഡ് ഉണ്ടെങ്കിൽ വണ്ടി ചാടൂല, ഔട്ടായിട്ട് കളിക്കുകയുള്ളൂ. മറ്റേ ശരിക്കും നമ്മൾ ചാടി കളിക്കും കേട്ടോ. വണ്ടി ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഒരു മൂവിങ് ഉണ്ടാവും. വണ്ടി മൊത്തത്തിൽ ഒരു അപ്പ് ആൻഡ് ഡൗൺ ആക്കിയിട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ആ ഒരു ഇതിൽ വേറെ ഒന്നും കൂടെ നോക്കണം. ഒന്നുകിൽ ടയർ എഡ്ജ് കടലിൽ കയറി നിൽക്കുന്നുണ്ടോ നോക്കണം. അതല്ലെങ്കിൽ വീലിൻ്റെ റിമ്മിൻ്റെ ട്രൂയിങ്ങിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ആ ഡ്രോയിങ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളത് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ വീഡിയോയിലൂടെ അതിൻ്റെ ആൻസർ പറയുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ടോട്ടൽ വന്നിട്ടുള്ള കോസ്റ്റ് ഒരു 55,000 നിയർ 55,000 രൂപയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ്റെ വർക്കൊന്നും ഇല്ലായിരുന്നു. എഞ്ചിൻ്റെ വർക്ക് കുറച്ച് മുന്നേ എടുത്തതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ അയച്ച് റീസെറ്റ് ചെയ്ത് ബാക്കിയുള്ള പിൻ ടു പിൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഡിസ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുമാതിരി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഏതൊക്കെ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ റീപ്ലേസ്ഡ് ആണ്. അത്യാവശ്യം വണ്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പുതിയ തന്നെയാണ്. പിന്നെ ബാക്കിലുള്ള മഡ് ഗാർഡ്സിൻ്റെ സാരി ഗാർഡ് കസ്റ്റമൈഡാണ്. അപ്പോൾ നിയർ ഏതായാലും 56 ആ റുപ്പീസിൻ്റെ ആ ഒരു നിയർ ആയിട്ടാണ്. ഞാൻ ബില്ല് കറക്റ്റ് ചെയ്തിട്ടില്ല. വീഡിയോ ചെയ്യാൻ വേണ്ടി ഒന്ന് ഓവറോൾ പറയാമെന്നുള്ള ആ റേഞ്ച് ആയിട്ടുള്ളൂ. അപ്പം പഴയ CI എഞ്ചിൻ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു കോസ്റ്റ് അധികമായിരിക്കും. കാരണം ഒരുപാട് സാധനങ്ങൾ നമ്മളെ റേഞ്ചിലേക്ക് ആക്കി വരുമ്പോൾ കുറച്ച് സാധനങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല വർക്കിംഗ് ലേബർ കോസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും എല്ലാ വണ്ടിയേക്കാളും. കാരണം നമുക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ വണ്ടി റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മറ്റേ UC വണ്ടിൻ്റെ മാതിരിയൊന്നും അല്ല. ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാതെ ഈ വണ്ടി ശരിക്ക് സ്പെൻഡ് ചെയ്യേണ്ടത് സ്പെൻഡ് ചെയ്യാതെ നമ്മൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വണ്ടി കൊടുത്താൽ പാർട്ടി വഴി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേബർ കോസ്റ്റും കൂടുതലായിരിക്കും. അപ്പം നമ്മൾ എല്ലാവരും അല്ല, ഞാനൊന്നല്ല, എല്ലാവരും തന്നെയാണ് ചെയ്യുന്നത്. കാരണം അത് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഭയങ്കര ടൈം കൺസ്യൂമാണ് ഓൾഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പെട്ടെന്ന് ജഗപക എന്ന് പറഞ്ഞായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ സെറ്റ് ചെയ്യാനും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ലേബർ കോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റീസ്റ്റോറേഷൻ ഈ റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് മെറ്റലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ആൻറ്റി റസ്റ്റൊക്കെ ചെയ്തിട്ടാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് ചെറിയൊരു കോസ്റ്റ് അധികം വരും. കാരണം പെയിൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ 4-5 ലാഭിച്ച് കഴിഞ്ഞാൽ ഈ മുടക്കി 55,000 രൂപയും വേസ്റ്റ് ആവും കേട്ടോ. അതാണ് ശരിക്കുള്ള വാസ്തവം. കാരണം ഒരു 6 മാസം കഴിഞ്ഞ് പൊളിഞ്ഞു പോവുക, മങ്ങിപ്പോവുക, ഇതൊന്നും അല്ലാതാവുക, അതല്ലെങ്കിൽ ബബിൾസ് വരെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വേസ്റ്റായി. പിന്നെ രണ്ടാമത് ഈ വർക്ക് എടുത്തൊക്കെ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പെയിൻറ്റിങ്ങിൻ്റെ കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. പെയിൻറ്റിങ്ങിൻ്റെ കാര്യമാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ടാമത് വീണ്ടും പിന്നെ ബഫിംഗ് ആണ് രണ്ടാമത് മിനിക്ക് എടുക്കാവുന്നുള്ളൂ. പ്ലേറ്റിംഗ് ആണ് ആ പീസ് വാങ്ങി പ്ലേറ്റ് ചെയ്യാൻ കൊടുത്താൽ മതി. പക്ഷേ പെയിൻറ്റിങ് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വണ്ടി രണ്ടാമത് അയച്ച് റീസെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ വണ്ടിൻ്റെ ടോർക്ക് കാണിച്ചാൽ നല്ല സുഖമുണ്ട് കേട്ടോ. വണ്ടി ഇപ്പോൾ സൈലൻസർ ഫുൾ കോർ ആണെങ്കിലും കൂടെ എക്സോസിൻ്റെ നോട്ട് അത്ര തന്നെ അങ്ങോട്ട് ഇല്ല എങ്കിലും കൂടെ, പക്ഷേ നല്ല സ്മൂത്താണ് വണ്ടി. ഇനി അതിൻ്റെ ടോർക്കാണ് കാണിച്ചിരുന്നത്, ലോൻ്റെ ടോർക്കാണ് കാണിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ ക്രാങ്ക് വെയിറ്റ് എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് പറയാൻ KGയിൽ പറയാൻ അറിയില്ല. ഞാൻ തൂക്കി നോക്കിയിട്ടില്ല, അതാണ്. കാരണം ഇതിൻ്റെ ക്രാങ്ക് ഓൾറെഡി ഉള്ള ക്രാങ്കായിരുന്നു. ചെറിയൊരു ടാപ്പറ്റ് നോയ്സ് ഉണ്ട്, അത് ശരിയാക്കണം. അപ്പം ഞാൻ സ്ലോ ഡൗൺ ചെയ്യാണ് കേട്ടോ. നോക്കുക, $30 km/h വണ്ടി ഓടുന്നത് ഗ്രാജ്വലി. നോക്കുക, ഈ ഗ്രാജ്വലി ഈ വണ്ടി ഇതിൽ നിന്ന് നമ്മൾ സ്പീഡ് എടുക്കുകയാണ്.
സ്പീഡ് എടുത്തു. ഓക്കെ, അപ്പോൾ 30 km/h ഈ വണ്ടി ഓടുന്നുണ്ട്. അത് സുഖസുന്ദരമായിട്ട് ഓടുന്നുണ്ട്. അത് യാതൊരു ലാഗും ഇല്ല ആ ഒരു വിഷയത്തിൽ. കാരണം ഓടിക്കുന്ന എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ റീസ്റ്റോറേഷൻ കോസ്റ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വണ്ടി ഇപ്പം ഓവറോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ വല്ലാതെ ഹൈലൈറ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ റഫായിട്ട് അങ്ങ് എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ വർക്കിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം. അടുത്തൊരു വീഡിയോ ഉടൻ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.